ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവിൽ ഇറങ്ങാൻ ഇനിയും ഒരു ദിവസം കൂടെ മാത്രം ബാക്കി നിൽക്കുകയാണ്. സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി 3 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതുമായിരിക്കും. കളങ്കാവലിൻ്റെ വേൾഡ് വൈഡ് അഡ്വാൻസ് കളക്ഷൻ ഡേ 1 അഡ്വാൻസ് കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ രാത്രി 12 മണി വരെ, അതായത് ഡിസംബർ 4 തുടങ്ങുന്ന സമയത്ത് ലഭിച്ചിരിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,52 ലക്ഷം രൂപ സിനിമ നേടിയിരിക്കുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 13 ലക്ഷം രൂപ കടന്നിരിക്കുകയാണ് ചിത്രം. ഓവർസീസിൽ നിന്ന് $73,160 സിനിമ ഇതിനോടകം നേടിയിരിക്കുന്നത്. അതായത് 66 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ വന്നിരിക്കുന്നത് 2,31 ലക്ഷം രൂപയാണ്. അതായത് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3.5 കോടിയോളമാണ് സിനിമയുടെ ഫൈനലായിട്ടുള്ള ഡേ 1 പ്രീസെയിൽ കളക്ഷൻ എന്നുള്ളതാണ്. ഇതിനിടയിൽ നമുക്ക് നല്ലൊരു കാര്യം കാണാൻ കഴിയുന്നു. മിക്ക സ്ഥലങ്ങളിലും സിനിമയുടെ ഷോ കൗണ്ടുകൾ കൂട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് മൾട്ടിപ്ലക്സുകളിൽ 3ഉം 4ഉം ഷോയിൽ നിന്ന് 11ഉം 14ഉം 15ഉം ഷോകളിലേക്ക് എത്തുന്നു എന്നുള്ള കാഴ്ച കാണാൻ കഴിയുന്നു. കൊച്ചി പോലെയുള്ള നഗരങ്ങളിൽ ഇതിവിടെ റെഡ് അലേർട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും പ്രേക്ഷകർ ഏറെയും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള തെളിവ് തന്നെയാണ് സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു പ്രീസെയിൽ ലഭ്യമായിരിക്കുന്നത്. ഇതിനോടകം തന്നെ മമ്മൂട്ടി ചിത്രങ്ങളായ ഭ്രമയുഗത്തിൻ്റെയും അതുപോലെ ബസൂക്കയുടെയും ഫൈനൽ ഗ്രോസ് അല്ലെങ്കിൽ ആദ്യ പ്രീസെയിൽ ഗ്രോസ് ഇവിടെ കവർ ചെയ്തിരിക്കുകയാണ് കളങ്കാവൽ എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇനിയും ഇവിടെ നോക്കുന്നത് തുടരുമെന്ന ചിത്രത്തിൻ്റെ ഫൈനൽ പ്രീസെയിലായ 3,74 ലക്ഷം രൂപ കടക്കുമോ എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇനിയും ഒരു ദിവസം കൂടെ ബാക്കി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൻ്റെ 2,81 ലക്ഷം രൂപ കടക്കുമോ എന്നുള്ളതും ഇവിടെ നോക്കുകയാണ്. എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഇവിടെ ഈ 2 റെക്കോർഡുകളും ഈ സിനിമ തകർത്താലും തകർത്തില്ലെങ്കിലും ജനഹൃദയങ്ങളിൽ ഈ ഒരു സിനിമ ഒരു ഒന്നൊന്നര സംഭവമായി വരുമെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സിനിമയെ അതിലെ ഒരു നടൻ്റെ പ്രകടനത്തിനെ മാത്രം ബേസ് ചെയ്ത് ആളുകൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ നടന് ഇതിന് മുകളിലേക്ക് എന്താണ് ലഭിക്കേണ്ടത്? എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, കളങ്കാവൽ തുടർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൊയ്ത്ത്. മണിക്കൂറിൽ 1,300 മുകളിലുള്ള ടിക്കറ്റുകൾ ഈ ഒരു നിമിഷം സിനിമയ്ക്ക് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഫൈനലെത്തുമ്പോൾ ഒരുപക്ഷെ 3 കോടിക്ക് മുകളിലേക്കെത്തും, അല്ലെങ്കിൽ 3.5 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. കേരള ബോക്സ് ഓഫീസിൽ സിനിമ റെക്കോർഡിടുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾക്കും കാര്യങ്ങൾക്കുമായി കാത്തിരിക്കുന്നു ഗ്രേറ്റ് മീഡിയാസ്.